എല്ലാവർക്കും നമസ്കാരം. നിത്യജ്യോതിഷം എന്ന പ്രതിദിന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2025 മെയ് 21 ബുധനാഴ്ചയാണ്. ഇന്നത്തെ കലിദിന സംഖ്യ 18,72,351. ഇന്ന് കൊല്ലവർഷം 1200 ഇടവമാസം 7-ാം തീയതി, ശകവർഷം 1947 വൈശാഖ മാസം 31. ഇനി നമുക്ക് പഞ്ചാംഗ വിഷയങ്ങളിലേക്ക് കടക്കാം. പഞ്ചാംഗം എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ പഞ്ചാംഗത്തിൽ 5 അംഗങ്ങളുണ്ട്. ആദ്യത്തേത് ഇന്നത്തെ ദിവസമാണ്, ബുധനാഴ്ച എന്നുള്ളത്. രണ്ടാമത്തേത് ഇന്നത്തെ നക്ഷത്രം, അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രത്തിൽ ഏത് നക്ഷത്രമാണ് ഇന്ന് വരുന്നത്, അതാണ് ഇന്നത്തെ നക്ഷത്രം. മൂന്നാമത്തേത് തിഥി, പ്രഥമ മുതൽ അമാവാസി അല്ലെങ്കിൽ പൗർണമി വരെയുള്ള തിഥികളിൽ ഏതെങ്കിലും ഒരു തിഥിയായിരിക്കും. അതിൽ തന്നെ കൃഷ്ണപക്ഷവും ശുക്ലപക്ഷവും ഉണ്ട്. കൃഷ്ണപക്ഷം എന്ന് പറയുമ്പോൾ നമ്മൾ അമാവാസിയിലേക്ക് പോകുന്നു, അമാവാസി മുമ്പോട്ട് പോയി അമാവാസിയിൽ അവസാനിക്കും. ശുക്ലപക്ഷം എന്ന് പറയുമ്പോൾ മുമ്പോട്ട് പോയിട്ട് പൗർണമിയിൽ അവസാനിക്കും. നാലാമത്തെ അംഗമെന്ന് പറയുന്നത് കരണമാണ്. അഞ്ചാമത്തെ അംഗമെന്ന് പറയുന്നത് നിത്യയോഗമാണ്. ഈ 5ഉം ചേർന്നതാണ് പഞ്ചാംഗം എന്ന് പറയുന്നത്. നമ്മൾ മുഹൂർത്ത വിഷയങ്ങളിലാണെങ്കിലും ജ്യോതിഷപരമായിട്ടുള്ള മറ്റു കാര്യങ്ങൾക്കും പഞ്ചാംഗം ആണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ എടുക്കുന്നത്. ഇന്നത്തെ നക്ഷത്രം ചതയമാണ്. ഇന്നത്തെ തിഥി കൃഷ്ണപക്ഷ നവമി. ഇന്നത്തെ കരണം കഴുതക്കരണമാണ്. നിത്യയോഗം വൈദ്യുതി എന്നു പേരുള്ള നിത്യയോഗമാണ്. ഉത്തരായന കാലമാണ്. ഗ്രീഷ്മ ഋതു. നമ്മൾ ഒരു വർഷത്തെ 2ആയിട്ട് ഭാഗിച്ചിട്ടുണ്ട്. അതിൽ ഉത്തരായനം എന്ന് പറയുന്നത് സൂര്യൻ ഭൂമധ്യരേഖയിൽ നിന്നും വടക്കോട്ട് പോകുന്ന സമയമാണ്. 6 മാസമാണ് ഉത്തരായനം എന്ന് പറയുന്നത്. അത് ഈ മിഥുന മാസത്തോടുകൂടി തീരും. കർക്കിടകം തുടങ്ങുമ്പോൾ ദക്ഷിണായനം തുടങ്ങും. പിന്നെയുള്ള 6 മാസം ദക്ഷിണായനമായിരിക്കും. ഇന്നത്തെ സൂര്യോദയം 6 മണി കഴിഞ്ഞ് 6 മിനിറ്റാണ്. ഇത് തിരുവനന്തപുരത്തെ കണക്കാണ് ഞാൻ പറയുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇന്നത്തെ അസ്തമയം വൈകുന്നേരം 6 മണി 31 മിനിറ്റാണ്. ഇന്നത്തെ രാഹുകാലം 12 മണി 18 മിനിറ്റ് മുതൽ 1 മണി 51 മിനിറ്റ് വരെയാണ്. ഈ രാഹുകാലം പറയുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ കലണ്ടറിൽ കാണുന്നത് രാഹുകാലം കൃത്യമായിരിക്കുകയില്ല. കലണ്ടറിലെ രാഹുകാലം കണക്ക് കൂട്ടുന്നത് സൂര്യോദയം 6 മണിക്കെന്നുള്ള 6 മണിക്കാണെന്നുള്ള കണക്കിലാണ് രാഹുകാലം കണക്ക് കൂട്ടുന്നത്. പക്ഷേ പലപ്പോഴും അതിൽ വ്യത്യാസങ്ങൾ വരും. ഉദാഹരണമായിട്ട് ഇന്നത്തെ ബുധനാഴ്ചത്തെ രാഹുകാലം നമ്മൾ കലണ്ടറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12 തൊട്ട് 1:30 എന്നായിരിക്കും. ശരിക്കുള്ള ഇന്നത്തെ രാഹുകാലം തുടങ്ങുന്നത് 12 മണി 18 മിനിറ്റിനും അവസാനിക്കുന്നത് 1 മണി 51 മിനിറ്റിനുമായിരിക്കും. ഇന്നത്തെ ഗുളികകാലം 10 മണി രാവിലെ 10 മണി 45 മിനിറ്റ് മുതൽ 12 മണി 18 മിനിറ്റ് വരെയാണ്. ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുന്നത് നമ്മൾ ബാക്കിയുള്ള ഗ്രഹദോഷങ്ങളോ പഞ്ചാംഗ ദോഷങ്ങളോ ഒന്നും പരിഗണിക്കാതെ ശുഭകാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള മുഹൂർത്തമാണ് അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുന്നത്. ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം 11 മണി 54 മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് 12 മണി 16 മിനിറ്റ് വരെയും 12 മണി 20 മിനിറ്റ് മുതൽ 12 മണി 42 മിനിറ്റ് വരെയാണ്. ഇടയ്ക്കുള്ള 4 മിനിറ്റ് മധ്യാഹ്ന വർജ്യമാണ്. കാരണം സൂര്യൻ നമ്മുടെ തലയ്ക്ക് മീതെ വരുന്ന സമയം ആ 10 വിനാഴിക ഒഴിവാക്കപ്പെടേണ്ടതാണ്. അതാണ് മധ്യാഹ്ന വർജ്യം എന്ന് പറയുന്നത്. അടുത്തത് ഇന്നത്തെ ചന്ദ്രാഷ്ടമമാണ്. ചന്ദ്രാഷ്ടമം എന്ന് പറയുന്നത് ജനിച്ച രാശിയിൽ നിന്നും ജനിച്ച കൂറിൽ നിന്നും 8ാമത്തെ രാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ആ രാശിയിൽപ്പെട്ട ആൾക്കാർക്ക് ശുഭകാര്യങ്ങൾ വർജ്യമാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് കർക്കിടകക്കൂറുകാർക്കാണ്. കർക്കിടകക്കൂർ എന്ന് പറയുന്നത് പുണർദത്തിൻ്റെ അവസാനത്തെ 15 നാഴികയും പൂയവും ആയില്യവും ചേർന്നിട്ടുള്ള 2.25 നക്ഷത്രമാണ് കർക്കിടകക്കൂറിൽ വരുന്നത്. ഈ കർക്കിടകക്കൂറിൽ വരുന്നവർക്ക് ഇന്നത്തെ ദിവസം ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല.
ഇനി ഇന്നത്തെ ഗ്രഹനില പരിശോധിക്കാം. അതിനു മുമ്പ് മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഒരു ഗ്രഹനില നോക്കുമ്പോഴത്തേക്കും അതിലെ എല്ലാ സിമ്പിൾസും എല്ലാ അക്ഷരങ്ങളും ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്നിരിക്കുകയില്ല. അത് വളരെ ചുരുക്കി പറയാം. ഓരോ ഗ്രഹങ്ങൾ, അതായത് നവഗ്രഹങ്ങളിൽ സൂര്യൻ തൊട്ട് രാഹു വരെ 9 ഗ്രഹങ്ങളുണ്ട്. ഇതിൽ സൂര്യനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് രാ എന്നുള്ള അക്ഷരം കൊണ്ടായിരിക്കും, രവി. ചന്ദ്രനെ മിക്കവാറും ച എന്നുള്ള അക്ഷരമായിരിക്കും. അത് കഴിഞ്ഞിട്ട് വരുന്ന ചൊവ്വയ്ക്ക് നമ്മൾ ഇടുന്ന ജ്യോതിഷത്തിൽ ഉപയോഗിക്കുന്നത് കുജൻ എന്നുള്ള നാമത്തിൻ്റെ ആദ്യത്തെ അക്ഷരമായ കു ആയിരിക്കും. ബുധൻ എന്ന ഗ്രഹത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഭൂ തന്നെയായിരിക്കും. അടുത്ത വരുന്ന ഗ്രഹമായ വ്യാഴത്തിനെ ഗുരു എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഗു എന്നായിരിക്കും എഴുതുക. ശുക്രന് ശു എന്ന് തന്നെയായിരിക്കും. ശനിക്ക് ശ എന്നും ഇടാറുണ്ട്, മാ എന്നും ഇടാറുണ്ട്. മാ എന്ന് പറഞ്ഞാൽ മന്ദൻ, വളരെ പതുക്കെ സഞ്ചരിക്കുന്നവൻ എന്നുള്ള രീതിയിൽ മന്ദൻ എന്നിടാറുണ്ട്. പിന്നെ വരുന്നത് 2 തമോഗ്രഹങ്ങളാണ്, രാഹുവും കേതുവും. രാഹുവിന് പല ഗ്രഹനിലകളിലും സ എന്നുള്ള പേരായിരിക്കും ഉപയോഗിക്കുന്നത്. സ എന്ന് പറഞ്ഞാൽ സർപ്പി എന്നാണ് അതിൻ്റെ നാമം വരുന്നത്. കേതുവിന് ശിഖി എന്നാണ് പേര്. അതുകൊണ്ട് ഗ്രഹനിലയിൽ ശി എന്നായിരിക്കും ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ രാവിലെ 6:30 ഗ്രഹനിലയാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. മേടത്തിൽ ബുധൻ, ഇടവത്തിൽ രവി, മിഥുനത്തിൽ ഗുരു, കർക്കിടകത്തിൽ കുജനും മാന്തിയും. മാന്തി എന്ന് പറഞ്ഞാൽ ഗുളികനെയാണ് മാ എന്നുള്ള അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് ചിങ്ങത്തിൽ കേതു, കുംഭത്തിൽ ചന്ദ്രനും രാഹുവും, മീനത്തിൽ ശുക്രനും ശനിയും. ഇതാണ് ഇന്നത്തെ ഗ്രഹനില. മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ നക്ഷത്രം നാളിനെ പറ്റി പറഞ്ഞു. നമ്മുടെ ആകെയുള്ള നഭോമണ്ഡലത്തിലെ 12 രാശികളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള 360 ഡിഗ്രി സ്പേസിനെ 30 ഡിഗ്രിയുള്ള 12 രാശികളായിട്ട് ഭാഗിച്ചിട്ടുണ്ട്. അത് മലയാള മാസങ്ങളുടെ പേരുകളായ മേടം തൊട്ട് മീനം വരെയുള്ള 12 പേരുകൾ തന്നെയാണ് ഈ രാശികൾക്കും കൊടുത്തിരിക്കുന്നത്. ഈ രാശികൾ, ഒരു രാശി എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഈ 30 ഡിഗ്രിയിലുള്ള സ്ഥലത്ത്, ഈ സ്പേസിൽ ഓരോ 30 ഡിഗ്രിയിലും 2.25 നക്ഷത്രങ്ങൾ വീതമുണ്ട്. അതായത് നമ്മുടെ സ്പേസിൽ 27 നക്ഷത്രങ്ങൾ സ്ഥിതി ചെയ്യുകയാണ്, അശ്വതി മുതൽ രേവതി വരെ. അശ്വതി നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് മേടം രാശിയിൽ ആദ്യത്തെ 13 ഡിഗ്രി 20 മിനിറ്റിലാണ്. അങ്ങനെ അവസാനം രേവതി നക്ഷത്രം വരുന്നത് മീനം രാശിയിലാണ്. മീനം രാശിയിൽ അവസാനത്തെ 13 ഡിഗ്രി 20 മിനിറ്റിലായിരിക്കും രേവതി വരിക. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, ഇന്നത്തെ ദിവസം ഒരു പ്രത്യേക നക്ഷത്രമാണ്. ഉദാഹരണത്തിന് ഇന്നത്തെ ദിവസം ചതയമാണ്. അപ്പോൾ ഇന്നത്തെ നക്ഷത്രം നമ്മൾ ചതയം എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള നക്ഷത്രങ്ങളെല്ലാം എവിടെ പോയി എന്നുള്ള ഒരു ചോദ്യം വരുന്നില്ലേ? ശരിക്കും ഇന്നത്തെ നക്ഷത്രം നമ്മൾ കണക്ക് കൂട്ടുന്നത് ചന്ദ്രൻ്റെ സ്ഥിതി അനുസരിച്ചാണ്. ചന്ദ്രൻ ഇന്ന് ഏത് നക്ഷത്രത്തിൻ്റെ സ്പേസിലാണോ നിൽക്കുന്നത്, ആ നക്ഷത്രമാണ് ഇന്നത്തെ നക്ഷത്രമായിട്ട് എടുക്കുന്നത്. ഇന്നത്തെ നക്ഷത്രം ചതയം എന്ന് പറഞ്ഞു, അപ്പോൾ അതിൻ്റെ അർത്ഥം ചന്ദ്രൻ നിൽക്കുന്നത് ചതയം നക്ഷത്രത്തിലായിരിക്കും. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള അടിസ്ഥാന വിവരങ്ങളാണ് ഞാനിവിടെ പ്രതിപാദിച്ചത്. തീർച്ചയായിട്ടും ഇത് പ്രയോജനപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാ ദിവസവും ഈ പങ്ക്തി തുടരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.